മഹിളാ കോൺഗ്രസ്, ദേശീയ മഹിളാ ഫെഡറേഷൻ, മറ്റു മഹിളാ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ എന്നിവരടക്കം 45ഓളം സംഘടനകൾ ചേർന്നാണ് രാഷ്ട്രപതിക്ക് നിവേദനം സമർപ്പിച്ചത്. പ്രമുഖ സാമൂഹിക പ്രവർത്തക ശബനം ഹാഷ്മി, ആനി രാജ, നടി നഫീസ അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സംഘം രാഷ്ട്രപതിയെ കണ്ടത്. We have asked him to intervene, and also we have asked for a judicial inquiry in the surveillance case. ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് മുൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്ത് ഇന്റലിജൻസിനെയും ക്രൈംബ്രാഞ്ചിനെയും ATSനെയും ഉപയോഗിച്ച് യുവതിയെ തുടർച്ചയായി പിന്തുടർന്നത്. ഇത് ഭരണഘടനാ ലംഘനമാണെന്നും വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും നിവേദനത്തിൽ പറയുന്നു. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് മെഷീനറി ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി, അപ്പം ഞങ്ങൾ സംശയിക്കുന്നത് അതൊരു പബ്ലിക് പർപ്പസ് അല്ല, ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി അല്ലാതെ ഗവൺമെൻറ് മെഷീനറി ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ എടുത്തു സൂചിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ മുൻ IAS ഓഫീസർ മോഡിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇയാൾ സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. മീഡിയ 1 ഡൽഹി.